സമൂഹത്തിൽ നടന്നിട്ടുള്ള കുറേ പൊളിറ്റിക്കൽ സംഭവങ്ങൾ നമുക്കൊരിക്കലും ഒരു പ്രൊപ്പഗാൻഡയാണെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു മൂവിയാണ് പ്രതിച്ഛായ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് വരെ നമുക്കറിയാം നമ്മുടെ നാട്ടിലിറങ്ങുന്ന പൊളിറ്റിക്കൽ സംഭവങ്ങൾ എന്തൊക്കെയാണ്. സോ അതെല്ലാം കൂട്ടിച്ചേർത്തൊരു മൂവിയാണ് പ്രതിച്ഛായ. മൂവി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന, നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുള്ള നല്ലൊരു പടമാണ് പ്രതിച്ഛായ എന്ന് പറയുന്നത്. ഭയങ്കര ഹൈപ്പും വലിയ വാവ് ഫാക്ടേഴ്സും നൽകുന്നൊരു മൂവിയല്ലേ പ്രതിച്ഛായ. നമ്മുടെ നാട്ടിൽ പൊളിറ്റിക്കൽ സംഭവങ്ങളിൽ നടന്ന കുറേ കാര്യങ്ങൾ എടുത്തു കാണിക്കുന്ന ഒരു മൂവിയാണ് പ്രതിച്ഛായ. അത് പലർക്കും ഇതൊരു പ്രൊപ്പഗാൻഡ മൂവിയാണെന്ന് തോന്നും, കാരണം നമ്മുടെ എലക്ഷൻ വരുന്നത് കൊണ്ട് അത് റിലേറ്റഡ് ആവുന്നത്. ബട്ട് നമ്മൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ആ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടോ ഇല്ലയോ, അതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. നമുക്ക് ഒരിക്കലും അപ്പം പ്രൊപ്പഗാൻഡയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. സോ മൂവി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ 3 മണിക്കൂറുള്ള മൂവി, അത്യാവശ്യം നല്ലൊരു കിടിലം സ്റ്റോറി ഉള്ളൊരു മൂവി. ഉണ്ണികൃഷ്ണനാണ് ഇതിൻ്റെ ഡയറക്ടർ. പുള്ളിക്കാരൻ നല്ല കിടിലമായിട്ട് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ്. സോ മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ നിവിൻ പോളിയാണ്. പുള്ളി വീണ്ടും നമ്മുടെ മൂവിയിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. സോ നല്ല കിടിലൊരു മൂവി എന്ന് തന്നെ നമുക്ക് പറയാം. ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണേണ്ട ഒരു പടമാണെന്ന് തന്നെ പറയാം. നമുക്ക് 2 മണിക്കൂർ 42 മിനിറ്റാണ് ഈ മൂവി ഉള്ളത്. മൂവിയിൽ ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട്. നിവിൻ പോളി മാത്രമല്ല, ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് നിവിൻ പോളിനെ നമുക്കറിയാം, മെയിൻ ഹീറോ ആണ്. പിന്നെ ബാലചന്ദ്രൻ മേനോൻ സാറുണ്ട്. പുള്ളി നല്ല കിടിലൊരു റോൾ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു മൂവി പൊളിറ്റിക്കൽ സംഭവങ്ങളാണ് കാണിക്കുന്നതെങ്കിലും അത് ഈ നാട്ടിൽ നടന്നതുമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആണ്. കുറച്ച് സാധനങ്ങൾ മേ ബി മൂവിക്ക് വേണ്ടി എക്സാജറേറ്റ് ചെയ്തിട്ടുണ്ടാവാം. അത് അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നതാണ്. അതൊന്നും ഞാൻ എടുത്ത് പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പം നിങ്ങൾക്ക് അത് എന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. സോ മൂവിയിൽ അഭിനയിച്ചിരിക്കുന്ന ആരാണെന്ന് ഞാൻ പറയാം. നിവിൻ പോളിയുണ്ട്, കിട്ടിലുമായിട്ട് പുള്ളി പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷറഫുദ്ദീൻ, പുള്ളിക്കാരൻ നല്ലൊരു റോള് കിട്ടിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനും എടുത്ത് പറയണ്ട ഇതൊന്ന്. പിന്നെ ബാലചന്ദ്ര മേനോൻ, പിന്നെ ഹരിശ്രീ അശോകൻ, മണിയൻ പിള്ളരാജു, ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു മൂവിയിലുള്ളത്. പിന്നെ ആൻ അഗസ്റ്റിൻ ആക്ട്രസ്, സായ് കുമാർ, നിഷാൻ സാഗർ, നീതു കൃഷ്ണ, സബിത ആനന്ദ് എന്ന് പറയുന്ന ആക്ട്രസ്, പിന്നെ വിഷ്ണു അഗസ്റ്റിൻ, ഇത്രയുമാണ് മെയിൻ ആക്ടേഴ്സും ആക്ട്രസുമായിട്ട് ഈ ഒരു മൂവിയിൽ ഉള്ളത്. എല്ലാവരും വളരെ കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേക്കിങ് പറയണം. മേക്കിങ് നല്ല കിടിലമായിട്ട് ഉണ്ണികൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. സോ പുള്ളിയാണ് ഇതിൻ്റെ ഡയറക്ടർ. പ്രൊഡ്യൂസർ നമ്മുടെ ഗോകുലം ഗോപാലൻ. സോ നല്ല 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 മൂവീസാണ് ഇപ്പം ഗോകുലം മൂവീസ് ചെയ്യുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ എടുത്ത് പറയണം. നല്ല മാച്ചിങ് പെർഫെക്റ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെയാണ്. ജസ്റ്റിൻ വർഗീസാണ് ഇതിൻ്റെ മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫർ ചന്തു സെൽവരാജൻ. ചില ഷോട്ടുകൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് ലൂസിഫർ മൂവി ഓർമ്മ വരും, കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ട് അവർ ആ ഒരു ടൈപ്പ് ഓഫ് ഷോട്ട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ചില ലൊക്കേഷൻസ് ലൂസിഫറുമായിട്ട് റിലേറ്റഡ് ആണ്, അതൊക്കെ കൊണ്ടാവാം. അപ്പം ഇത്രയും പേരാണ് ഈ ഒരു മൂവിയുടെ വർക്ക് ചെയ്തിട്ടുള്ളത്. സോ മൂവി ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഹാഫ് നല്ലൊരു സ്ട്രോങ് സ്റ്റോറി ബിൽഡ് ചെയ്ത് നമ്മളെ ഇൻ്റർവെല്ലിൽ കൊണ്ടുവന്ന് ടെൻഷനോടുകൂടി എഡ്ജ് ഓഫ് ദ സീറ്റോടുകൂടി ഇരുത്തുന്ന ഒരു സംഭവമാണ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സംഭവമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് ഹാഫിൽ നമുക്ക് അത്രയും ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് സ്റ്റോറിയും തന്ന് ഇരുത്തിയിരിക്കുന്ന സമയം. സെക്കൻഡ് ഹാഫ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, സെക്കൻഡ് ഹാഫ് ഈ നടന്നൊരു പൊളിറ്റിക്കൽ ഇഷ്യൂവിനെ പൊളിച്ചടുക്കുന്ന തരത്തിലുള്ള ഒരു കിട്ടിലൊരു സ്റ്റോറി ലൈനാണ് സെക്കൻഡ് ഹാഫിൽ വരുന്നത്. ക്ലൈമാക്സ് വരുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ടൈപ്പ് ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇതിൽ. അത് നിങ്ങൾക്ക് നിവിൻ പോളിയുടെ ക്യാരക്ടർ വെച്ചിട്ട് നിങ്ങൾക്കത് മേ ബി മനസ്സിലാവും ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കുമെന്ന്. ബട്ട് പെർഫെക്റ്റ്ലി പ്ലേസ്ഡ് ആയിട്ടുള്ളൊരു ക്ലൈമാക്സുമാണ്. മൂവി വർത്താണ്. നമ്മൾ തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുന്നതിന് വർത്താണ് തന്നെ പറയാം.
അത്രയും നല്ല കിട്ടില്ല ഒരു സ്റ്റോറി മേക്കിംഗ്, ബാക്കി എല്ലാ സംഭവവും നമ്മൾ ഒട്ടും ബോറടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം ലാഗോ അങ്ങനെ ഒന്നുമില്ല. വളരെ ഒരു സീരിയസ് ആയിട്ട് മൂവ് ചെയ്യുന്നൊരു സ്റ്റോറിയാണ്. കോമഡി അങ്ങനെയുള്ള ഒരു സംഭവം ഇതിലില്ല. ഭയങ്കര സീരിയസ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു കേരള പൊളിറ്റിക്കൽ മൂവിയാണ് പ്രതിച്ഛായ എന്ന് പറയുന്നത്. മൂവി എന്തായാലും അത്യാവശ്യം നല്ല ഹിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു എലക്ഷൻ ടൈമിൽ ഈ ഒരു മൂവി ഇറക്കിയത് കൊണ്ട് തന്നെ ചില പാർട്ടിക്ക്, ഞാൻ എന്നും എടുത്തു പറയും, ചില പാർട്ടിക്ക് അത് വളരെ യൂസ്ഫുൾ ആവും. ബട്ട് അതിൽ പറഞ്ഞിരിക്കുന്നതിൽ ഒരു കളവും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ മേ ബി ഇത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യണം. ഞാൻ ഈ മൂവിക്ക് ഔട്ട് ഓഫ് 5 ഇതിൻ്റെ സ്റ്റോറി മേക്കിംഗ് എല്ലാം കൂടെ ചേർത്ത്, പിന്നെ ഇതിലെ പൊളിറ്റിക്കൽ സംഭവം, ഞാൻ പൊളിറ്റിക്സിന് എതിരോ സപ്പോർട്ടോ ഒന്നുമല്ല. പൊളിറ്റിക്സ് അത് നമ്മുടെ ഒരു ഹ്യൂമൻ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. അതങ്ങനെ നടക്കും. ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യും, ഇഷ്ടമുള്ളവർ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടികളുണ്ടാവാം, ആയിക്കോട്ടെ. ഞാൻ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നതാണ്, മൂവി നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറിയുള്ള മൂവിയാണ്. മൂവി എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ പോയിരുന്ന് കാണണം എന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ ഔട്ട് ഓഫ് 5 റേറ്റിംഗ് കൊടുക്കുന്നത് 4.3 ആണ്. അത്യാവശ്യം നല്ലൊരു പടം, നമുക്ക് ഇരുന്ന് കാണാനും സമയം ചെലവഴിക്കാനും പറ്റുന്നൊരു പടമായതുകൊണ്ടാണ് ഞാൻ 4.3 കൊടുക്കുന്നത്. ഒട്ടും ബോറിങ്ങോ അനാവശ്യമായ കാര്യങ്ങളോ ഒന്നും ഇതിൽ കുത്തിച്ചേർത്തിട്ടില്ല. ഫാമിലിയായിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിരുന്ന് കാണാം. കുട്ടികൾക്കൊക്കെ ഇത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, പൊളിറ്റിക്സ് സംഭവങ്ങളൊക്കെ. സോ കുട്ടികൾ പോകണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. കാരണം പൊളിറ്റിക്കൽ സംഭവങ്ങൾ ചിലപ്പോൾ അവർക്ക് ക്യാച്ച് ചെയ്തെന്ന് വരത്തില്ല. അപ്പം എന്തായാലും നല്ലൊരു പടം നമുക്ക് അടുത്ത ഏപ്രിൽ മുമ്പ് തന്നെ, ഈ ഒരു മാർച്ചിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇതൊരു ഹൗസ്ഫുൾ മൂവിയായിട്ട് തന്നെ ഓടും. അടുത്ത ഏപ്രിലിൽ വേറെ കുറേ കിട്ടില്ല പടങ്ങൾ വരുന്നുണ്ട്. എന്തായാലും നിവിൻ പോളിയുടെ ഒരു അഭിനയം എടുത്തു പറയേണ്ടതാണ്. കാരണം ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു റോളാണ് ഈ മൂവിയിൽ ത്രൂ ഔട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ആണെങ്കിലും പുള്ളിക്ക് ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. കോമഡി ഫണ്ണി അങ്ങനെ ഒരു സംഭവമില്ല. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് നിവിൻ പോളി ഇതിൽ വന്നിരിക്കുന്നത്. സോ നല്ലൊരു പടം, നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയിരുന്ന് വാച്ച് ചെയ്യുക. എല്ലാ സംഭവങ്ങൾ നിങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. അതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നതാണ്. പിന്നെ ഇതിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഫോൾസ് അലിഗേഷൻസ്. അത് ഈ മൂവിയിൽ എടുത്തു പറയുന്നുണ്ട്. അത് നിവിൻ പോളിക്കെതിരെയും ഒരു ഫോൾസ് അലിഗേഷൻ വന്നത് നമുക്കറിയാം, ഒരു ലേഡി കൊടുത്തത്. സോ അതുപോലത്തെ ഒരു ഫോൾസ് അലിഗേഷൻസ്, വിക്ടിം കാർഡ്സ്, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കുന്ന ഒരു മെത്തേഡ്, വിക്ടിം കാർഡ്, ഇതെല്ലാം കാണിക്കുന്ന ഒരു സ്റ്റോറിയുള്ളൊരു മൂവിയാണ് പ്രതിച്ഛായ എന്ന് പറയുന്നത്. സോ നിങ്ങൾ മസ്റ്റായിട്ട് പോയി കാണണമെന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ ഈ മൂവി കാണണം. നിങ്ങൾ മൊബൈലിലോ ടി വിയിലോ ഒക്കെ കണ്ട എത്രത്തോളം അതിലോട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് എനിക്കറിഞ്ഞൂടാ. കാരണം തിയേറ്ററിലാകുമ്പോൾ നമ്മൾ ആ ഒരു സ്ക്രീൻ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഒരു സ്റ്റോറിയിലെ ഡെപ്തിലോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റും. സോ എല്ലാവരും മസ്റ്റായിട്ട് പോയി കണ്ടു നോക്കൂ. നിർത്താണെന്ന് പറയാം, ബോറിംഗ് പടമൊന്നുമല്ല, കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റോറിയുള്ളൊരു പടമാണ്. പിന്നെ വിളിച്ച് കൂവാം, ഭയങ്കര ഹൈപ്പുള്ള പടമാണ്, അങ്ങനത്തെ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ച് പോലും ഭയങ്കര സോളിഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൂവി, അതാണ് പ്രതിച്ഛായ. ആ ലെവലിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോയി കണ്ടോളൂ. അപ്പോൾ അടുത്തൊരു മൂവിയുടെ റിവ്യൂ ആയിട്ട് കാണാം. അതുവരേക്കും സീ യു. ബൈ.